ഭവിത്യത്തിൽ വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മാഷിനെ കാണാനില്ലെന്ന വിവരം പോലീസിൽ അറിയിക്കുകയാണ് വിക്രം. അപ്പം പോലീസ് അങ്ങോട്ട് വന്ന് വിക്രത്തിനോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും പറയുകയാണ് ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് വിളിക്കാൻ പറയാണ്. അങ്ങനെ വിക്രം വന്ന് കമലമ്മ എടുത്ത് പറയാണ്, അമ്മേ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, അവിടെ പോലീസ് വന്നിരിക്കുന്നു, അങ്ങോട്ട് വാ, എല്ലാവരും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കമലമ്മയും എല്ലാവരും പോലീസ് വിളിച്ചിടത്തേക്ക് ചെല്ലുകയാണ്. അപ്പം പോലീസ് പറയാണ് എല്ലാവരും ഒന്ന് നിരന്നൊക്കെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അവരവിടെ പിടിച്ച് നിർത്തിയിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കമലമ്മ എടുത്ത് ചോദിക്കുകയാണ്, മാഷ് അയാൾ പോകുന്നതിന് മുമ്പ് നിങ്ങളായിട്ട് വഴക്കെങ്ങാനും കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം കമലമ്മ പറയാണ് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും കൂടാറേ ഇല്ല, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പ്രശ്നമൊന്നുമില്ല, ആരെങ്കിലുമായിട്ട് വഴക്കൊക്കെ കൂടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദിനി പറയാണ് വിക്രമുമായിട്ട് ഒരു പിണക്കം ഉണ്ടായിരുന്നു, അത് ഇന്നലെയാണ് തീർന്നതെന്ന് പറയാണ്. വിക്രം എന്ന് വെച്ചാൽ ഇയാളല്ലേ, മോനുമായിട്ട് എന്ത് വഴക്ക്? വിഷയം പറയാണ് അത് വലിയ കാര്യമൊന്നുമില്ല, അതവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. എന്ത് തെറ്റിദ്ധാരണയായാലും പറ, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും പറയാതെ മിണ്ടാതെ നിൽക്കുമ്പോൾ വിക്രം പറയുകയാണ് ഞാൻ പറയാം സാറേ കാര്യങ്ങളൊക്കെ. അങ്ങനെ വിക്രമാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, തെറ്റിദ്ധരിച്ച് ഇത്രയും നാൾ മിണ്ടാതിരുന്ന കാര്യമൊക്കെ വിക്രം പറയുന്നുണ്ട്. പോലീസ് കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ചോദിക്കുകയാണ്, ഇതിന് ശേഷം മാഷ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു പ്രതികരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ് എന്നെ ഭയങ്കര ആയിട്ട് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും അച്ഛന് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നെന്ന് വിക്രം പറയുകയാണ്. പോലീസ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, ആരെങ്കിലും ശത്രുക്കളോ? അങ്ങനെ അച്ഛന് പ്രത്യേകിച്ച് ശത്രുക്കൾ ആരുമില്ല എന്ന് വിശ്വം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ വിക്രത്തിൻ്റെ ആരെങ്കിലും ശത്രുക്കളായിരിക്കും. താൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടല്ലേ നടക്കുന്നത്, അയാൾ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുക്കളൊക്കെ ഉണ്ടായി കാണും, അതായിരിക്കും അച്ഛന് നേരെ തിരിഞ്ഞ് എന്ന് പറയുകയാണ്. പിന്നെ അന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് അവസാനമായി ആരാണ് ഹോസ്പിറ്റലിൽ നിന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനായകൻ പറയാണ് ഞാനാണ് നിന്നത്. നിങ്ങളോട് അച്ഛൻ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നും സംസാരിച്ചൊന്നുമില്ല, രാത്രി അച്ഛൻ കണ്ട് നല്ലോണം സംസാരിച്ചിട്ടാണ് കിടന്നത്. പിന്നെ രാവിലെ ചായയായിട്ട് ഞാൻ ചെന്നപ്പോഴാണ് അച്ഛനെ കാണാതായത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നും പറഞ്ഞില്ല എന്ന് വിനായകൻ കള്ളം പറയുകയാണ്. പോലീസാണെങ്കിൽ വിക്രത്തിനോട് പറയാണ് നിങ്ങളിവിടെ കൂടുതൽ നേരം നിങ്ങളുടെ ഫാമിലി എല്ലാം ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചോ, എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. ഇതൊക്കെ സാധാരണ ഇവിടെ നടക്കാറുള്ള കാര്യങ്ങളാണ്. ചിലരാണെങ്കിൽ ഇവിടെ വന്നിട്ട് എങ്ങോട്ടെങ്കിലും നാട് വിട്ടൊക്കെ പോവും, ചിലരാണെങ്കിൽ ആത്മഹത്യ ചെയ്യും, സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യമാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഏതയും അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ നാട്ടിലേക്ക് പോ, അമ്മയും കുട്ടികളൊക്കെ ഉള്ളതിലേ നാട്ടിലേക്ക് പോ, അവരെ കൊണ്ടാക്കിക്കോ, ഇവിടുന്ന് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കാം, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചാൽ മതി. പോലീസുകാരൻ വിക്രത്തിനോടും വിശ്വത്തിനോടൊക്കെ ആയിട്ട് പറയാണ് ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയാണ്. വിക്രമാണെങ്കിൽ വിശ്വനത്ത് വയ്ക്കുകയാണ് ഇനി എന്ത് ചെയ്യും വിശ്വട്ട, അച്ഛനെ എവിടെ പോയി തിരക്കും, അച്ഛൻ എങ്ങോട്ട് പോയേക്കുവാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അറിയത്തില്ലടാ, നമ്മളിനി എവിടെ പോയി തിരക്കാനാ, അച്ഛൻ എങ്ങോട്ട് പോയേക്കുവാ, വിനായകേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോ അച്ഛൻ എന്ന് വിക്രം ചോദിക്കുകയാണ്. എന്നോട് എന്ത് പറയാനാ, വിനായകേട്ടൻ രാത്രി അച്ഛനോട് സംസാരിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഞാനൊന്നും സംസാരിച്ചില്ല, ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ ഉറങ്ങിയിരുന്നു, പിന്നെ ഞാൻ അച്ഛനെ ശല്യം ചെയ്യാൻ പോയില്ല. പിന്നെ ഞാൻ അച്ഛനെ രാവിലെ ചായയായിട്ട് വന്നപ്പോഴാണ് ഇവിടെ ആരുമില്ല, അച്ഛനെ കാണാതായ കാര്യം ഞാൻ അറിഞ്ഞത് എന്ന് വിനായകൻ വീണ്ടും കള്ളം പറയാണ് എല്ലാവരോടും. പറയാണ് അമ്മയോട് ഇപ്പോൾ ഇനി എന്ത് ചെന്ന് പറയും വിശ്വട്ട എന്നും പറഞ്ഞ് വിക്രം സങ്കടപ്പെടുകയാണ്. അങ്ങനെ വിക്രം പുറത്തോട്ട് ഇറങ്ങിപ്പോയി, പുറത്ത് നിന്ന് സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. ആ സമയത്ത് വേദ അങ്ങോട്ട് വരുന്നുണ്ട്. വേദ ചോദിക്കുകയാണ് പോലീസ് എന്താ പറഞ്ഞ വിക്രം, അത് അവർ പറഞ്ഞേക്കുന്നത് നമ്മളെല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ്, ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർവ്വസാധാരണമാണെന്ന്. ചിലരാണെങ്കിൽ നാട് വിട്ടു, ചിലർ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെയാണ് ഇവിടെയുള്ള പോലീസുകാർ പറയുന്നത്. അവർക്കിതൊന്നും പുതിയ കാര്യമല്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം എന്നാണ് അവർ പറയുന്നത്. അപ്പം വിക്രം പറയാണ് അച്ഛനാണെങ്കിൽ എല്ലാ സത്യവും തിരിച്ചറിഞ്ഞ് എന്നെ ഒന്ന് സ്നേഹിച്ച് പഴയ പോലെ എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിത്തുടങ്ങിയപ്പോഴേ അത് നഷ്ടപ്പെടുകയാണല്ലോ വേദ എന്ന് പറയുകയാണ്. എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യമില്ലേ, അച്ഛൻ എങ്ങോട്ട് പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിക്രം സങ്കടപ്പെടുന്നുണ്ട്. അപ്പം വേദ പറയാണ് വിക്രം സങ്കടപ്പെടാതെ, അച്ഛൻ എങ്ങോട്ടും പോയി കാണത്തില്ല, അച്ഛൻ പറ്റിക്കാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നായിരിക്കും, അങ്ങനെ വിചാരിച്ചാൽ മതി വിക്രം എന്ന് പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ സങ്കടത്തോടെ കണ്ണൊക്കെ തുടങ്ങും. ഇത് കാണുമ്പോഴത്തേക്ക് വേദയ്ക്ക് സങ്കടം വരുന്നുണ്ട്. വിക്രം വിഷമിക്കാതെ എന്ന് പറയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും തൊട്ടേ ആരോ നമ്മളെ പിന്തുടരുന്നു എന്ന് ഞാൻ വേദയോട് പറഞ്ഞില്ലേ, ഇനി അവരെങ്ങാനും അച്ഛനെ തട്ടിക്കൊണ്ടു പോയതായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് വിക്രം.
ഞാൻ ചെയ്ത പാപത്തിൻ്റെ കർമ്മം എൻ്റെ അച്ഛനാണോ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് വിക്രം ചോദിക്കുകയാണ്. എന്താ വിക്രം ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് വേദയാണെങ്കിൽ വിക്രത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. അല്ല വേദയെ, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അച്ഛനെ ആരോ ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യത്തിലുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു CCTV ദൃശ്യത്തിൽ അച്ഛനുണ്ട്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നോക്കിയിട്ടുള്ള CCTVയിൽ അച്ഛനെ കാണുന്നില്ല. അച്ഛൻ എങ്ങോട്ട് പോയി? അച്ഛനെ ആരെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തട്ടിക്കൊണ്ട് പോയതായിരിക്കൂടെ? അതോ അച്ഛനിനി വേറെ എന്തെങ്കിലും സംഭവിച്ചോ എന്നും പറഞ്ഞ് വിക്രമാണെങ്കിൽ സങ്കടത്തോടെ കരയുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് വേദയ്ക്കങ്ങ് സങ്കടം വന്ന് കരയുകയാണ്. വേദ പറയാണ്, സങ്കടപ്പെടാതെ വിക്രം, അങ്ങനൊന്നും അച്ഛനെ സംഭവിക്കത്തില്ല, വിഷമിക്കാതെ എന്ന് പറയാണ്. വിക്രം പറയണം, എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല വേദ, ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അച്ഛനെ ആരോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നു. നമ്മുടെ പിന്നിലുള്ള ആ വണ്ടി, അതായിരുന്നു അവരുടെ ഉദ്ദേശം, അച്ഛനെ അപകടപ്പെടുത്തുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയാണ്. ഇതിനു മുമ്പുള്ള ഇറങ്ങിയ ആ ക്ഷേത്രത്തിൽ വെച്ചും അച്ഛനെ ആ വണ്ടി ഇടിക്കാൻ വന്ന്, അതുപോലെ എങ്ങാനും അവരച്ഛനെ അപായപ്പെടുത്തി കാണുമോ എന്ന് വിക്രമാണെങ്കിൽ വേദയെടുത്ത് പറയുകയാണ്. വേദയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴും ആ സംശയം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ വേദ ഒന്നും പറയാതെ അങ്ങനെയൊന്നും ആയി കാണത്തില്ല വിക്രം എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. വേദ പറയാണ്, പോലീസ് പറഞ്ഞ പോലെ അമ്മയും ഏട്ടത്തിമാരെയൊക്കെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നാട്ടിലേക്ക് തിരിക്കാം. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അവരറിയിക്കാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ ഇക്കാര്യം എങ്ങനെ ചെന്ന് അമ്മയെടുത്ത് പറയും, അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല, അച്ഛനില്ലാതെ അമ്മ എങ്ങനെ നാട്ടിലേക്ക് വരുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. അപ്പം വേറെ പറയണം, അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കണം എന്ന് പറയുകയാണ്. വിക്രമാണെങ്കിൽ ആ കമലമ്മ ഇരുന്ന മുറിയിലേക്ക് വരികയാണ്. കമലമ്മ ഭയങ്കര കരച്ചിൽ. അമ്മേ, എന്താ മോനെ, എന്തെങ്കിലും വിവരം കിട്ടിയോ, മാഷിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിക്രം പറയാണ്, അമ്മേ, നമുക്ക് നാട്ടിലേക്ക് പോകാം, നമ്മളിവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കമലമ്മ പറയാണ്, അതെങ്ങനെയാണ്, എൻ്റെ മാഷില്ലാതെ ഞാൻ എങ്ങനെയാണ് വരുന്നത്, മാഷില്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, പോലീസുകാർ പറഞ്ഞേക്കുന്നത് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ അവർ നമ്മളെ അറിയിക്കാം എന്നാണ് പറഞ്ഞത്. ഇല്ലില്ല, ഞാൻ മാഷില്ലാതെ പോകത്തില്ല, ഞാൻ മാഷുമായിട്ടേ പോകത്തുള്ളൂ എന്നും പറഞ്ഞ് കമലമ്മ ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെയാണ്. അപ്പോൾ ശ്രീജ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേദ വന്ന് പറയാണ്, അമ്മേ, നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ലെന്നാണ് അവർ പറയുന്നത്, അവർ അന്വേഷിച്ചോളാം എന്നാണ് പറയുന്നത്, നമുക്കിവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ, പിന്നെ നമ്മളിവിടെ നിന്നുകൊണ്ട് എന്താ പ്രയോജനം, ഒരു പ്രയോജനമില്ല. എന്നാലും എൻ്റെ മോളെ, മാഷില്ലാതെ ഞാൻ എങ്ങനെ പോകുന്നത്, മാഷുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മാഷില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പറയണം. അപ്പം വേദ പറയാണ്, അച്ഛനെക്കുറിച്ചുള്ള വിവരം കിട്ടും അമ്മേ, അവർ നമ്മളെ അറിയിക്കും, അമ്മ വിഷമിക്കേണ്ട, നമുക്ക് പോകാം, അവർ അച്ഛനെ കണ്ടെത്തിയിട്ട് നമ്മളെ അറിയിക്കും എന്ന് പറയാണ്. കമലമ്മ പറയാണ്, മാഷ് എന്നോട് പറയാതെ എങ്ങും പോകുന്നതല്ല, ഇതെന്താ മാഷെ എന്നെ കൂട്ടാതെ പോയത് എന്നും പറഞ്ഞ് കമലമ്മ അങ്ങ് കരയുകയാണ്. അപ്പം വിക്രമാണെങ്കിൽ ശ്രീചേട്ടത്തി എടുത്ത് പറയാണ്, ശ്രീചേട്ടത്തി, നമുക്ക് പോകാനുള്ള എല്ലാം പാക്ക് ചെയ്തൊന്ന് നമുക്ക് പോകാം. എടുക്കുമ്പോഴത്തേക്ക് കമലമ്മ വീണ്ടും സങ്കടത്തോടെ കരയാണ്. അങ്ങനെ നിന്ന് അവർ തിരിച്ചു പോരുവാണ്. മാഷില്ലാതെയാണ് തിരിച്ചു പോകുന്നത്. കമലമ്മയ്ക്ക് ഭയങ്കര സങ്കടം, കാരണം കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്, മോളും എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. അങ്ങനെ എല്ലാവരും വണ്ടി കയറി തിരിച്ചു പോരുവാണ്. അങ്ങോട്ട് പോയപ്പോൾ വളരെ സന്തോഷത്തോടെയുള്ള യാത്രയായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടും കരഞ്ഞും ഇരിക്കുകയാണ്. വിക്രത്തിനും ഭയങ്കര വിഷമം, ആകപ്പാടെ മൂകമായ അന്തരീക്ഷം. എല്ലാവരും സങ്കടത്തോടെ നാട്ടിലേക്ക് വരികയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.